വേദിയിലെ മറ്റ് പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യരായ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, SGBയുടെയും കേരള മലബാർ ഇസ്ലാമിക് റൂമിന്റെയും ശ്രോതാക്കളായ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കൃതാർത്ഥരായാണ് നമ്മുടെ ഈ പ്രവർത്തകരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൂട്ടത്തോടെ വഹാബിസത്തിൽ നിന്ന് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങുമ്പോൾ എന്തിനു മടങ്ങി, ഈ ആദർശം പൊള്ളയാണ് എന്ന കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ഈ ആർത്തിരമ്പി വരുന്ന തിരമാലകളെ സാക്ഷി നിർത്തി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരന്തൂരിന്റെ മണ്ണിലേക്ക്, അതേ ഇസ്ലാമിന്റെ തറവാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ലോകത്തിന്റെ അറിയപ്പെടുന്ന പണ്ഡിതനും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നത്ത് ജമാഅത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പരലോകത്തൊരിടമുണ്ട് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. SSFന്റെയും SOSന്റെയും ഉജ്ജ്വലമായ ഒരു പ്രമേയം. അതിനുമുമ്പേ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സലാം മടക്കിയാൽ തിരിച്ചു നിങ്ങൾ സലാം എനിക്ക് മടക്കണം. കാരണം വർഷങ്ങളായി നിങ്ങളോട് സലാം പറയുമ്പോൾ നിങ്ങൾ മടക്കാറില്ല. ഉസ്താദുമാരുടെ സമ്മതത്തോടെ ഞാൻ ഒരു സലാം മടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SOSന്റെ അതിപ്രസക്തമായ ഒരു പ്രമേയം നിങ്ങൾക്കറിയാം, തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയം. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ SSFന്റെ ഒരു പ്രമേയം, സമരമാണ് ജീവിതം എന്ന പ്രമേയം. ഈ രണ്ടു പ്രമേയങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തിന് തൗഹീദ് എന്ന വിഷയം വഹാബികൾ മനസ്സിലാക്കണം. ഒരുപക്ഷേ നിങ്ങളുടെ തൗഹീദ് ഇതാ സഖാഫിമാരുടെയും അക്സരിമാരുടെയും വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങൾക്കും മുന്നിൽ തകർന്നടിയുന്നു എന്നത് ഒരിക്കൽ കൂടി സുന്നത്ത് ജമാഅത്ത് വിളിച്ചോതുകയാണ്. തൗഹീദ് അചഞ്ചലമാണ് എന്ന സത്യം. അതെ, സമരമാണ് ജീവിതമെന്ന ഈ പ്രമേയത്തിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട മനുഷ്യർക്ക് ഒരിക്കലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ലോകത്ത് സമരം ചെയ്തുകൊണ്ടേ മുന്നോട്ടു പോകാൻ കഴിയൂ. ആ സമരത്തിനുള്ള പിന്തുണയാണ് തൗഹീദ് അചഞ്ചലമാണ് എന്ന പ്രമേയം. നാം ഓർക്കണം സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? വഹാബികൾ പറഞ്ഞു നടക്കും പോലെയുള്ള ഇഹലോകത്തിന്റെ പ്രതീക്ഷയല്ല, പരലോകത്തിന്റെ പ്രതീക്ഷയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മരതിരായ പണ്ഡിതന്മാർ കടന്നുപോയ പാതയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു എന്ന, ഇസ്ലാമിന്റെ തറവാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു എന്ന സത്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചോതുമ്പോ ഞങ്ങൾ പ്രവർത്തകർക്ക് ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഏറെ പ്രവർത്തകർ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരും എന്ന സത്യം നിങ്ങൾ കൂടെ മനസ്സിലാക്കണം. കാരണം ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാളുകളും ചില ആളുകളുടെ വർത്തമാനങ്ങളും സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന സത്യം കൂടെ ഈ സദസ്സിനെ നിർത്തി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നവോത്ഥാനം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തിന്റെ അവസ്ഥ ഇന്ന് എന്ത് ചെയ്യുന്നു? കേരളത്തിൽ നവോത്ഥാനം പറഞ്ഞിരുന്നവർ, നവോത്ഥാനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിരുന്നവർ, പുരോഗമനത്തിന്റെയും പുരോഗമന ചിന്താഗതിയുടെയും ആളുകളെന്ന് പറഞ്ഞിരുന്നവർ, അതെ, ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് ഇവർ നടത്തിയിരുന്ന പൊള്ളത്തരങ്ങൾ കേരളത്തിൽ, അതേ അടിപ്പാവാട മൗലവി മുതൽ അതേ പുതിയ തൗഹീദിന്റെ വാഹകരായി പല ആളുകളും രംഗത്തെത്തുമ്പോ എന്താണ് ഇവരെ നവോത്ഥാനമെന്ന് ഈ സദസ്സിൽ വെച്ച് തുറന്നു പറയാൻ ചെറിയൊരു മടിയുണ്ട്. നിങ്ങളൊക്കെ കേട്ടിരിക്കും ആ നവോത്ഥാനത്തിന്റെ കഥ. കാരണം അടിവസ്ത്രം കഴുകി പിഴിഞ്ഞു കുടിക്കുന്ന നവോത്ഥാനത്തിന്റെ ആളുകളാണെന്ന് കേരളത്തിലെ വഹാബികളെ തിരിച്ചറിയുമ്പോ
ഇവിടെ തകർന്നടിയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ തരിമ്പുകളും തകർന്നടിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകര് കൂട്ടത്തോടെ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചൊരു പത്രസമ്മേളനം വിളിച്ചു. ഈ പത്രസമ്മേളനം കേട്ടവാദി കേൾക്കാത്തവാദി ചില ആളുകൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? വിമർശനങ്ങളുടെ ഒരു വല്ലാത്ത വാണ്ടക്കെട്ടുമായി. ആരൊക്കെ വിമർശന രംഗത്തുള്ളതെന്നറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ സുന്നി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് മുജാഹിദ് പ്രസ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ചെവിക്കെടുത്ത് പുറത്തു കളഞ്ഞ സക്കരിയ സ്വലാഹിയും അടക്കമുള്ള മുജാഹിദ് ബാലുശ്ശേരിമാർ ഈ നാട്ടിൽ പറയുന്ന ചില വിമർശനങ്ങളുണ്ട്. എന്താണ് വിമർശനങ്ങൾ? ഞങ്ങൾ വന്ന കുറെ MSMന്റെ പ്രവർത്തകരുണ്ട് അവിടെ, നാട്ടിലുള്ള അനുഭാവികളും പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. അവര് ഒരിക്കലും MSMകാരായിരുന്നില്ല. ഈ പ്രസംഗം കേൾക്കുമ്പോ ഇതിന്റെ ചുറ്റുപാടുള്ള MSMകാരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ തൗഹീദിലേക്ക്, അതേ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെങ്കിൽ ഇതേ മൗലവിമാർ നിങ്ങളെയും തള്ളിപ്പറയും എന്ന കാര്യം നിങ്ങൾ മറക്കേണ്ടതില്ല. കാരണം നവോത്ഥാനം പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് വ്യക്തിപൂജയുടെ ആളുകളായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഇവർ പറഞ്ഞിരുന്ന എന്താണ്? തഖ്ലീദ് ചെയ്യുന്നു, ചില പണ്ഡിതന്മാരെ ഇവർ പിൻപറ്റുന്ന. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര മൗലവിമാരെ ഈ മുജാഹിദ് പ്രസ്ഥാനം പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു? ഇരുവേറ്റിയുടെ ഒരു ഗ്രൂപ്പ്, ബാലുശ്ശേരിയുടെ വേറൊരു ഗ്രൂപ്പ്, അതേപോലെ തന്നെ സക്കരിയ സ്വലാഹിയുടെ വേറൊരു ഗ്രൂപ്പ്. 14-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ആദർശ വിശദീകരണത്തിൽ നമ്മുടെ സക്കരിയ സ്വലാഹി പറഞ്ഞു വെച്ചതും പറയാതെ പോയതുമായ കുറെ സത്യങ്ങളുണ്ട്. ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു കത്തും കൊണ്ടാണ് നിൽക്കുന്നത്. സക്കരിയ സ്വലാഹി എത്രമാത്രം സുന്നത്ത് ജമാഅത്തിനെ പേടിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം സുന്നത്ത് ജമാഅത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈയുള്ളവൻ, നിസ്സഹായനായ ഒരു പണ്ഡിതനൊന്നുമല്ല, ഒരു ചെറിയ വ്യക്തി, ഒരു കത്തയച്ചിട്ട് ആ കത്തൊന്ന് കൈപ്പറ്റാൻ പോലും അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിട്ടില്ല. ഹസൻ മുസ്ലിയാർക്ക് പണ്ട് അദ്ദേഹത്തെ സുന്നത്ത് ജമാഅത്തില് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കത്ത്. അതേപോലെ ഒരു കത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സക്കരിയ സ്വലാഹിക്ക് ഞാനൊരു കത്തയച്ചിട്ട് ആ കത്ത് കൈപ്പറ്റാൻ പോലും അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, വഹാബി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? ഒരു കത്തിനെ പോലും അവർ ഭയപ്പെടുന്നു. തൗഹീദിന്റെ പേരിൽ സാധാരണ ഒരു പ്രവർത്തകൻ അയക്കുന്ന കത്ത് പോലും കൈപ്പറ്റാൻ സക്കരിയ സ്വലാഹി മടിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചേതോവികാരം എന്താണ്? അദ്ദേഹം ആദർശത്തിലേക്ക് കടന്നു വരണമെന്ന ഈ കത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത്. സുന്നത്ത് ജമാഅത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചെടുക്കുവാൻ സക്കരിയ സ്വലാഹി കാണിച്ച ആർജവം. സക്കരിയ സ്വലാഹി ഇപ്പൊ പടിക്ക് പുറത്താ. അദ്ദേഹത്തെ ഈ പടിക്കകത്ത് കയറ്റാനാണ് ഞങ്ങൾ കത്തയച്ചത്. ഞങ്ങളെ ഈ പടിക്ക് അകത്തേക്ക് കയറ്റാൻ കാരണക്കാരനായി സക്കരിയ സ്വലാഹി ഒരു കാരണഭൂതമായിട്ടുണ്ട്. ആ കാരണഭൂതനായ സക്കരിയ സ്വലാഹി എത്രയും പെട്ടെന്ന് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരണം. കാരണം സുന്നികളുടെ ഇടയിലും അതുപോലെ തന്നെ മുജാഹിദുകളുടെ ഇടയിലും ഒരു മധ്യമ ഒരു ഇത് വർത്തിക്കുന്ന ഒരാളാണ് സക്കരിയ സ്വലാഹി. അപ്പൊ അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളോട് തിരിച്ചു വരാൻ വലിയൊരു മടിയൊന്നും വേണ്ട. കാരണം എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ സുന്നത്ത് ജമാഅത്തിലേക്ക് വരാം. അതിനുള്ള ഈ ഉസ്താദ്മാരൊക്കെ തയ്യാറല്ലേ സക്കരിയ സ്വലാഹി കൊണ്ടുവരാന്? വരികയാണെങ്കിൽ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനും പറയുന്നുണ്ട്. ഫോൺ വിളിച്ച് കിട്ടുകയാണെങ്കിൽ ഞാനും പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ വ്യക്തിപരമായി ചില മുജാഹിദ് ബാലുശ്ശേരിയുടെ പരാമർശങ്ങൾ. കാരണം കള്ളം പറയൽ ഇവരുടെ ഒരു കുലത്തൊഴിലാണ്. കാരണം ഇവരുടെ ഏറ്റവും വലിയ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി കോടതിയിൽ പിഴ അടച്ച ഒരു സംഭവം നിങ്ങൾക്ക് അറിയാം. 2000 രൂപ കളവ് പറഞ്ഞതിന് പിഴ അടച്ചിട്ടുണ്ട്. അതേ പാത പിന്തുടർന്ന മുജാഹിദ് ബാലുശ്ശേരി 15-ാം തീയതി ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചപ്പോ മലയാളം പെട്രൂമിനകത്ത് വന്നിട്ട് പറഞ്ഞൊരു സത്യമുണ്ട്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ ഒരിക്കലും മുജാഹിദുകളായിരുന്നേ ഇല്ല. വന്നവർ 3 ആളുകൾ, കുറച്ചു കഴിഞ്ഞപ്പോ മാറി 7 ആയി, പിന്നെ അത് 10 ആയി. ഇപ്പൊ എത്രയാണ് അവരുടെ കണക്കെന്നറിയില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള 24 പ്രതിനിധികളുണ്ട്. ഈ 24 പ്രതിനിധികളും വിവിധ പ്രദേശങ്ങളിലെ ആളുകളാണ്. ഇവരെ കീഴിലുള്ള ആളുകളെ 10 വെച്ച് നിങ്ങൾ കൂട്ടി എത്രയായി? അപ്പോ ഈ പറയുന്ന തട്ടിപ്പ് മൗലവിമാര് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. പിന്നെ കൂടുതൽ ഇവരുടെ വിമർശനങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് ഇനി ഇറങ്ങേണ്ടതുണ്ട്. ഇവർക്ക് കുറെ പണി നമുക്ക് കൊടുക്കണ്ടേ? കാരണം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ക്ലിപ്പുകളാക്കിക്കൊണ്ടിരിക്കണം. ഇവരെ വലിയ വലിയ മൗലവിമാരെ നമ്മൾ വിളിക്കണം. എന്തിനാ? ഫോൺ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ സംവാദത്തിനുണ്ടോന്ന്. ആരോട്?
ഞങ്ങളോട് ആരോട് തളർന്നിട്ട് ഇതായിരിക്കണം അലവി സഖാഫിയുടെ സംവാദം നടത്തിയിട്ട് തളർന്നിട്ടേ ഞങ്ങളോട് ഇനിയിപ്പോ സഖാഫിമാര് ഈ അവസ്ഥയിൽ ഇവർ എത്തിക്കുകയാണ്. അപ്പോ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദുകൾ ഈ പരിസരത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ ഉസ്താദുമാരുടെ രഹസ്യമായിട്ടെങ്കിലും ഈ ഉസ്താദുമാർ വളരെ നല്ലവരാണെന്ന് പറയുന്നത് കാരണം അറിയോ, ഇവര് ഫോൺ വിളിച്ച പോലും കൃത്യമായി നിങ്ങൾക്ക് ആദർശം പറഞ്ഞു തരും. നിങ്ങൾ മുജാഹിദ് ബാരിശ്ശേരി എന്ന് വിളിച്ചു നോക്കി, സക്കരിയ സോലായി എന്ന് വിളിച്ചു നോക്കിയും ഫോൺ എടുക്കൂല. ഈ മൗലവി ഇതായിരിക്കുന്ന ഉസ്താദുമാരൊക്കെ എത്രയോ മണിക്കൂറുകൾ ഞങ്ങൾക്ക് ആദർശം പറഞ്ഞു ഫോൺ വഴി നിങ്ങൾ ആലോചിക്കണം. ഉസ്താദുമാർ എത്രയോ തിരക്കുള്ള വ്യക്തികളാ, എന്നിട്ട് അവരെ ഞങ്ങൾ ഫോൺ വഴി ആദർശം പറഞ്ഞു നിൽക്കണേ. പക്ഷേ ഇതേ ഒരു രീതി മുജാഹിദ് പ്രസ്ഥാനം ഇനിയും നടത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മഹാരഥരമായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫി അടക്കമുള്ള പണ്ഡിതന്മാർ, അവരൊക്കെ പോയ ഒരു പാത. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്തിഗാസ ഏതാ വിഷയം? ഇസ്തിഗാസ അതേ നിർവചനം കൊടുത്ത് പറയുകയാണെങ്കിൽ ഇസ്തിഗാസ ചെയ്യാം, പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ മുശ്രിക്കും അല്ല. അപ്പൊ അതേ നിർവചനം ഇതിനും വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചകൾ വരാനുണ്ട്. ഉസ്താദുമാര് വിഷയങ്ങൾ സൂചിപ്പിക്കും. അതുപോലെ നമ്മളെ അനീഫ കായക്കൊടി ഈ ആലുവ സംവാദം നൗഷാദ് അക്സരി നടത്തിയ ഒരു ആലുവ സംവാദമുണ്ട്. കേരളത്തിൽ മുജാഹിദ് സുന്നി സംവാദങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ജനങ്ങൾ തന്നെ ചോദിക്കുന്നു, എന്താ ഇവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം എന്തിനാ? ഇവർക്ക് തന്നെ ഇത് ഒരുമിച്ചിരുന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഒരുമിച്ച് തീരുമാനിച്ചുകൂടെ? പ്രാർത്ഥനയുടെ പേരിലാണോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കേരളത്തില്? അപ്പോ നൗഷാദ് അക്സനി ആ സംവാദത്തിൽ വെച്ച് ചോദിക്കണ ചോദ്യം ആലുവ സംവാദത്തിൽ ആ CD നിങ്ങൾക്ക് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. കേരളത്തിൽ നിർവചിച്ച് തിരിയപ്പെടാൻ കഴിയുന്ന ഒരു വിഷയം വന്നിട്ട് പോലും 6 ചോദ്യങ്ങൾ 6 മറുപടി എന്ന പേര് പറഞ്ഞ് മുങ്ങുന്ന അനീഫ കായക്കൊടിയെ നിങ്ങൾക്ക് ആ CD-യിൽ കാണാൻ പറ്റും. കാരണം കേരളത്തിൽ തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയം, പ്രാർത്ഥന എന്ന വിഷയം തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയം പോലും അവിടെ വെച്ച് എന്തുണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. കൂടുതൽ